dear friends, welcome to our YouTube channel Aisha with Aika. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണത് നമുക്ക് വീട്ടിൽ എങ്ങനെ സിമ്പിളായിട്ട് ഒരു ആപ്പിൾ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം എന്നാണ്. ഇതിൻ്റെ പ്രത്യേകത ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല. അപ്പം നമുക്ക് ആപ്പിൾ തോല് കളയാം. കണ്ടില്ല, അവളിരുന്ന് തോല് കളയാം കേട്ടോ. അവൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ അവൾ മുറിക്കാൻ നിൽക്കുകയാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ തൊലിയൊക്കെ കളയണം. എനിക്ക് തൊലി കളയാൻ പാടായ കാരണം ഞാൻ ഫസ്റ്റ് ആപ്പിൾ മുറിച്ചിട്ട് പിന്നെ തൊലി കളഞ്ഞു കേട്ടോ. ഇതേപോലെ ഞാൻ കുറേ ആപ്പിൾസ് സ്മോൾ പീസാക്കിയിട്ട് ബൗളിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നേരം ഞാൻ ഇതുപോലത്തെ കുറേ ആപ്പിൾസ് ചെത്തിക്കൊണ്ടിരുന്നു കേട്ടോ. ഞങ്ങളെ പൂച്ച ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് കുറേ കുറുമ്പുകളും കുസൃതികളൊക്കെ കാണിക്കായിരുന്നു. പിന്നെ പൂച്ച നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. വയർമ പിടിച്ച് നിൽക്കായിരുന്നു കേട്ടോ. അത് നല്ല രസമാണ് പൂച്ച കളിക്കണത് കാണാൻ. അങ്ങനെ ഇവള് കുറേ നേരം അങ്ങനെ ചെയ്തപ്പോൾ ഞാനും കൂടെ ചെയ്യാൻ വേണ്ടിയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവള് പതുക്കെ മുങ്ങി. എന്നിട്ട് ഞങ്ങൾ ആ ആപ്പിൾസൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടോ. എന്നിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ മിൽക്ക് കൊടുക്കാൻ പോവട്ടെ. മിൽക്ക് ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാത്രി ഞങ്ങൾ എടുത്തു. പിന്നെ ഞങ്ങൾ മിൽക്ക് മിക്സിയിലിട്ടു കേട്ടോ. ആദ്യത്തെ അടി ഞാനായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്പി പറഞ്ഞുതരാം. ആദ്യം തന്നെ ഞങ്ങൾ പാലിട്ടു. പാല് കട്ട ആയതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ സ്പൂൺ കൊണ്ട് തന്നെ ഇങ്ങനെ പൊട്ടിച്ചു വിട്ടു കേട്ടോ. എന്നിട്ട് ഒരു ഗ്ലാസ്സിലാണ് ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പഞ്ചസാര ഷുഗർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ എല്ലായിടത്തേക്കും ആകാൻ വേണ്ടി ഇങ്ങനെ വെതറിട്ട് അത് മിക്സിയിൽ അടിയുമ്പോൾ ശരിയായിക്കോളും. വാട്ടർ കുറച്ച് ഒഴിക്കണം, അല്ലെങ്കിൽ അടിയൂല. കുറച്ച് വാട്ടർ ഒഴിക്കണം, കുറച്ച് മതി. ഒരു കുഞ്ഞൊരു ബൗളൊന്നും വേണ്ട, കുഞ്ഞൊരു ഗ്ലാസ്സിലാട്ടോ മതി, കുറച്ച് മതി. നമുക്ക് അടിയാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ നല്ല മധുരമുള്ള ആപ്പിൾസ് ആണെങ്കിൽ നമുക്ക് ഷുഗർ ഇടേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഈ ആപ്പിള് കുറച്ച് മധുരം കുറവായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഷുഗർ ഇട്ടത്. എന്നിട്ട് ഞങ്ങൾ മൂടിയിട്ട് ഷുഗറും ഇതൊക്കെ എടുത്തിട്ട് എന്നിട്ട് അവൾ അടിക്കാമെന്ന് പറഞ്ഞ് വന്നു. അങ്ങനെ ഞാൻ അടിക്കാൻ പോവുകയാണ്. ഞാൻ ആദ്യമായിട്ടാട്ടോ അടിക്കണേ. നമുക്ക് നോക്കാം നല്ലപോലെ അടിക്കുന്നുണ്ട് നോക്കാം. ഇങ്ങനെ ഞങ്ങളിത് നിൽക്കാൻ പോവുകയാണ് ഗൈസ്. അരിപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിൽക്കാൻ പോവാണ്. എന്താ നെക്കിട്ടോ ഗൈസ്, നല്ല സൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾ ഇടുകയെങ്കിൽ 2ലേക്ക് ഇട്ടാൽ മതി കേട്ടോ. 3 ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ നല്ല സോഫ്റ്റുള്ള ആപ്പിളൊക്കെ ആണെങ്കിൽ നമ്മൾ 2 അടിച്ചിട്ടാൽ മതി. 2 3 നല്ല ഹാർഡായിട്ടുള്ള പഴുക്കാത്ത ആപ്പിൾസൊക്കെ ആണെങ്കിൽ ഷുഗർ കുറച്ചിടണം. ഷുഗർ കുറച്ച് കൂടുതലിടണം പഴുക്കാത്ത ആപ്പിൾസ് ആണെങ്കിൽ. അത് മാത്രമല്ല നമ്മൾ 3 അടിക്കണം. ഇവൾ 1 ഞങ്ങൾ കുറച്ച് പഴുപ്പ് കുറവായതുകൊണ്ട് ഞങ്ങൾ 2 ഞാൻ 2 എന്നിട്ട് ഞങ്ങളിങ്ങനെ അടിച്ചെടുത്തു. ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ ആദ്യമായിട്ടല്ലേ, അപ്പം ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ ഒരു കുറച്ച് കൂടുതൽ അടിച്ചിട്ടുണ്ട്. എന്നാലും നല്ല ടേസ്റ്റ് ആകുമെന്ന് തോന്നുന്നുണ്ട്. ഞങ്ങൾക്ക് അറിയില്ല, ടേസ്റ്റ് നോക്കിയിട്ട് എടുത്ത് നോക്കാം കേട്ടോ. എടുത്ത് നോക്കിയിട്ടുണ്ട് നമ്മൾ. അപ്പൊക്കെ ഒന്ന് നോക്കട്ടെ. നോക്കിയപ്പോൾ അതെല്ലാതും അരച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അരിപ്പയിൽ ഇടാൻ പോകും കേട്ടോ. കുറച്ചിട്ടാൽ മതി കേട്ടോ. എന്നിട്ട് രണ്ടാമത്തെ കുറേ ഇടാം കേട്ടോ. ബിക്കോസ് അതിൽ നമ്മൾ ആപ്പിളിൻ്റെ കഷ്ണങ്ങളോ അതോ നമ്മൾ ഇങ്ങനെ ആപ്പിൾ മുറിച്ചെടുക്കുന്നതിൽ അതിൻ്റെ ആ കുരുകൾ ഉണ്ടാവില്ലേ, ആ ഭാഗാട്ടം വേണമെന്നുണ്ടെങ്കിൽ അത് അരിയാൻ പാടായിരിക്കും. അതുകൊണ്ട് കണ്ടോ ഞങ്ങൾ ആപ്പിൾസ് ഇങ്ങനെ വീണ്ടും ഇടുകയാണ് കേട്ടോ ആ ജാറിലോട്ട്. ഫ്രഷാണ് കേട്ടോ എല്ലാതും. പിന്നെ ആപ്പിൾ പെട്ടെന്ന് കറക്കൂലേ, അതുകൊണ്ടാണ് ഇങ്ങനെ കളർ വ്യത്യാസം തോന്നുന്നത് കേട്ടോ. ഇപ്പണ്ട് ഞങ്ങൾ മുറിച്ചെടുത്തിട്ട് ഫ്രിഡ്ജിലുണ്ട് വെച്ചിട്ടുള്ളൂ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞങ്ങൾ മിക്സൊക്കെ കഴുകിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം നേരത്തെ അടിച്ചില്ലേ, അപ്പോൾ അതിലെന്തോ പൊടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കഴുകി വീണ്ടും ഒന്നും കൂടി അടിച്ചു. അത് കണ്ട് അടിയുന്നില്ലാത്ത കാരണം അവൾ 2 വട്ടം അടിച്ചിട്ട് പിന്നെ
വെള്ളം ഒഴിക്കാൻ മറന്നുണ്ടായിരുന്നു, അതുകൊണ്ടായിരുന്നു. വെള്ളം ഒഴിച്ച് ഒന്നും കൂടി അടിച്ചപ്പോൾ സൂപ്പറായി. അരിപ്പയിൽ ഒഴിച്ച് മിക്സാക്കി. അതിൻ്റെ കഷ്ണങ്ങളൊന്നും വിടരുത് കേട്ടോ. കണ്ടോ, ഞാൻ പാലിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. മിൽക്ക് നല്ല തണുപ്പായിരുന്നു കേട്ടോ, കാരണം നമ്മൾ ജ്യൂസ് കുടിക്കുമ്പോൾ നല്ല തണുപ്പുണ്ട്. മിൽക്കിൻ്റെ ഐസ് ക്യൂബൊക്കെ ഞങ്ങൾ പൊട്ടിച്ച് കളഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല സിമ്പിളുമാണ്. നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും. ആപ്പിളും മിൽക്കും വാങ്ങിച്ചിട്ട് നമുക്ക് ഷുഗറൊക്കെ സാധാരണ വീട്ടിലുണ്ടാവണതിനല്ല, അരിപ്പും ഷുഗറും ഇല്ലെങ്കിൽ അഥവാ നിങ്ങൾ മേടിക്ക്. അപ്പോൾ ഗൈസ് ഞങ്ങൾ വീണ്ടും ഉണ്ടാക്കുന്നില്ല, അപ്പോൾ ഞങ്ങൾ ഷുഗർ ഇട്ട് കൊടുത്തിട്ടോ. ഞങ്ങൾ ഇങ്ങനെ ഒരുപാട് വട്ടം അടിച്ചിട്ടില്ല, ഇപ്പോൾ ഒരു 2 വട്ടം അടിച്ചിട്ടുണ്ടാവുള്ളൂ. ഓഫറൊക്കെ തന്നെ കേട്ടോ ആപ്പിളിന്. ഞങ്ങൾ ഒരു കടയിൽ ഒരു ഫ്രൂട്ട് മാർക്കറ്റിൽ പോയപ്പോൾ നല്ല ഓഫറിന് കിട്ടിയതായിരുന്നു. ആപ്പിളും ഷമാമും ഉണ്ടായിരുന്നു കേട്ടോ. ഷമാമ ഞങ്ങൾ തിന്ന്, അപ്പോൾ ആപ്പിൾ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ആപ്പിൾ ഇവിടെ വെക്കുക കേട്ടോ. ആപ്പിൾ ഇതേപോലെ ജ്യൂസ് അടിക്കാമെന്ന് വെച്ച്, കാരണം ആപ്പിൾ ഞങ്ങൾക്ക് അങ്ങനെ തിന്നണ ഇഷ്ടമല്ല. അപ്പോൾ ഡാഡി പറഞ്ഞ് ജ്യൂസ് അടിക്കാലോ, എത്ര ഡിസ്കൗണ്ടിൽ കിട്ടുമ്പോൾ നമ്മൾ വാങ്ങിക്കാണ്ട് പോകണ അത് നല്ലതല്ലല്ലോ, നല്ല ഡിസ്കൗണ്ടിൽ കിട്ടുമ്പോഴൊക്കെ. അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചിട്ട് എന്താണ് നമ്മൾ ഇതേപോലെ ജ്യൂസൊക്കെ ഉണ്ടാക്കാനൊക്കെ സിമ്പിളായിട്ട് ഞാനൊരു മാജിക് കാണിച്ചത് എപ്പം പ്രതീക്ഷ ആയിക്കോളും. കണ്ടില്ലേ ആ ആപ്പിൾ എന്തേ, അത് നമുക്കിപ്പോൾ കാണാം. അതേപോലെ തന്നെ ഞങ്ങൾ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുടിച്ച് ടേസ്റ്റ് പറയാം. എന്താണെന്ന് അറിയില്ല, ഞങ്ങൾ കുട്ടികളായതുകൊണ്ട് ഒറ്റയ്ക്ക് ഉണ്ടാക്കിയ എന്ത് ടേസ്റ്റ് ആണെന്ന് അറിയില്ല. നല്ല ടേസ്റ്റ്, സൂപ്പറായിട്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, എന്തായാലും സക്സസ് ആകും. നമ്മൾ വീട്ടിൽ സിമ്പിളായിട്ട് എങ്ങനെ ആപ്പിൾ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം, പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് നോക്കി ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ. എല്ലാവർക്കും ബൈ ബൈ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അടിച്ച് അമർത്തി പൊട്ടിച്ചോ. എല്ലാവർക്കും എൻ്റെ വക ഒന്നും കൂടി ബൈ ബൈ.